ഈ അടുത്ത് ഞാൻ ഒരു പരിപാടി പങ്കെടുത്തതിന് ആകെ ഞാൻ പങ്കെടുത്തതിൻ്റെ ഓർമ്മയിൽ 3 പരിപാടിയാണ്. അത് ചില പ്രത്യേകമായിട്ടുള്ള നിർബന്ധിത സാഹചര്യത്തിൽ അതിൽ പങ്കെടുക്കേണ്ടി വന്നു, ഞാൻ പങ്കെടുത്തു. അല്ലാതെ അതൊന്നും ഇപ്പോൾ സമസ്തനാണ് മറന്നിട്ടോ ഒന്നുമല്ല. ചില നിർബന്ധിത സാഹചര്യത്തിൽ 3 പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തത്. ഞാൻ ആ പരിപാടി എണ്ണി പറഞ്ഞുതരാം. ഒന്ന് നളന്തയിൽ വെച്ച് നടന്ന ഒരു പരിപാടി, അതിൽ ഞാൻ സംസാരിച്ചു. പിന്നെ രണ്ടാമത് എടവണ്ണപ്പാറ നടന്നൊരു പരിപാടിയിൽ ഞാൻ സ്റ്റേജിലിരുന്നു. മൂന്നാമത് ജാമ്യയിൽ നടന്ന ഒരു യോഗത്തിൽ അവിടെ ഇരുന്നു. ഒന്നിൽ പ്രസംഗിച്ചു, 2 അവിടെ ഇരുന്നു കുറച്ചു നേരം. അതൊക്കെ ചില പ്രത്യേകമായ സാഹചര്യം, ചില നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ആവേണ്ടി വന്നു. അല്ലാതെ സമസ്ത ഒഴിവാക്കിക്കൊണ്ടോ സമസ്തനെ ഇതാക്കിയിട്ടൊന്നും നമ്മൾ ഒരിക്കലും പ്രവർത്തിക്കൂല, ഞാൻ ചെയ്യൂല. അതൊക്കെ ഞാൻ പൊന്നാര ഉമർ ദർസി ആ ചൂടിൽ പറയുകയും അപ്പം തന്നെ ഞാനത് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ദിവസങ്ങൾ 2 ദിവസമായി. ഈ മരണം നടന്ന അന്ന് ഒക്കെയാണ്. ഇന്നലെ അപ്പം തന്നെ ഞാൻ പിൻവലിച്ചു കൊണ്ട് ആ ഗ്രൂപ്പിലില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ആ ഗ്രൂപ്പിലേക്ക് ഫോർവേഡും ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞ വോയിസ് ഏതായാലും എനിക്ക് നിരന്തരം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും ഉണ്ടായില്ല. അത് ഈ ഗ്രൂപ്പ് വഹിക്കാണ് ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണെന്നല്ലേ പറയല്ലാതെ ഒരു മാർഗമില്ലല്ലോ. അപ്പം അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് വിളിച്ച ഒരാൾക്ക് ഞാനിതിൻ്റെ വോയിസ് ഇട്ട് കൊടുത്തു. നിങ്ങളത് ഫോർവേഡ് ചെയ്തോളി എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മളെ കൂട്ടത്തിൽ നിന്നാൽ കിട്ടാൻ പോണതെന്നുള്ളത് ഏകദേശം നമുക്ക് ബോധ്യമായി. അതുകൊണ്ട് എനിക്ക് സഹിക്കാത്തത്ര വിളികൾ മാത്രവുമല്ല, ദലാലിയ കമ്മിറ്റി ഭാരവാഹികൾ എൻ്റെ നമ്പർ അന്വേഷിക്കണം, ഇനി എന്നെ തെരഞ്ഞു വരും. അങ്ങനെ തെരഞ്ഞ് അപ്പോൾ അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ടല്ലോ. സംഗതി ഞാൻ കുറച്ച് കാലം അവിടെ നിന്നു. അവിടുത്തെ ശമ്പളം വാങ്ങി, അവിടുത്തെ ചോറുന്നു. അതിനൊക്കെ നന്ദികേടായതുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനത്തിനെ കുറിച്ചും ഒക്കെ ഞാൻ വിട്ട വോയിസ്. അപ്പോൾ അത് വലിയൊരു തെറ്റായി പോയി എന്നുള്ളത് ഇപ്പം എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ആരാണ് ഇത് ഫോർവേഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ 6 മിനിറ്റിൻ്റെ വോയിസുകളൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആ വ്യക്തി തന്നെ ഫോർവേഡ് ചെയ്യട്ടെ. എല്ലാവരും ഫോർവേഡ് ചെയ്യണ്ട, ആ ചെയ്ത ആൾ ഇതും കൂടി ഫോർവേഡ് ചെയ്യണം. ഇയാളൊരു മാപ്പപേക്ഷ, ഒരു മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള വോയിസാണല്ലോ, അതുകൊണ്ട് അതും കൂടി ഫോർവേഡ് ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്ക് ആരോടും നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. ആരോടും എന്തായാലും നമുക്കൊക്കെ മരിച്ചു പോകണം. അപ്പോൾ പിന്നെ നമ്മൾ ഒരാളെ വെറുപ്പിച്ചും കൊണ്ട് ഇപ്പോൾ അങ്ങനെ വേണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പരസ്യമായിക്കൊണ്ടുള്ള മാപ്പാണത്. അത് ഞാൻ എല്ലാവർക്കും ഫോർവേഡ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുത്ത ആൾക്കാരോടും പറഞ്ഞുകൊള്ളു. ഇനി ഈ ഗ്രൂപ്പിൽ ഇതിട്ട അയച്ചു കൊടുത്ത ആളും ഇതിൻ്റെ ആ വോയിസ്, ഞാൻ സമസ്തക്കാരനാണ്. 89 നടന്ന എല്ലാ വിഷയത്തിലും തല്ലുകൊള്ളാനും എല്ലാത്തിനും പ്രസംഗിക്കാനും ഒക്കെ പോയിരുന്നൊരു മൂല്യരാണ് ഞാൻ. അധികം ആളുകൾക്കൊക്കെ അതറിയാം. അന്നും സമസ്തയാണ്, ഇന്നും സമസ്തയാണ്, എന്നും സമസ്തയാണ്. സമസ്തൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. സമസ്തൻ്റെ ഒരു പ്രവർത്തകനും പ്രചാരകനും എന്നെക്കൊണ്ട് ഒന്നും കഴിയുന്നതൊക്കെ സമസ്തക്ക് വേണ്ടി ചെയ്യും. അതിലൊന്നും യാതൊരു തർക്കമല്ല. സമസ്ത ഒഴിവാക്കി കാണ്ടൊന്നും ഞാനിതുവരെ കളിച്ചിട്ടില്ല. ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണമില്ല. സമസ്താണ് ഒഴിവാക്കി കാണ്ട് വേറെ എവിടെക്കാ പോകാനുള്ളത്? അതെല്ലാവരോടും ഞാൻ പറയാണ്. ഇപ്പം ആരും അതിലിന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. സംഗതിയിൽ ഞാൻ 1-2 യോഗങ്ങളിലൊക്കെ എന്നെ വിളിച്ചപ്പോൾ അത് ചില സമ്മർദ്ദങ്ങൾക്കൊക്കെ വഴങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ ഞാനതിന് പോകാനൊന്നുമില്ല. ഞാൻ സമസ്തക്കാരനാണെന്ന് പറയുന്നതിന് ഞാൻ അഭിമാനം കൊള്ളുന്ന ആളാണ്. കാരണം 89 തന്നെ സമസ്തക്കും വേണ്ടി പല
പ്രശ്നമുള്ള സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. ആ കൂട്ടത്തിലുള്ളവരൊക്കെ എപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറക്കാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് എന്നും ഞാൻ സമസ്തൻ്റെ ഒപ്പം തന്നെയാണ്. ഞാൻ സമസ്തൻ്റെ പ്രവർത്തകനാണ്. എനിക്കൊരു പുതിയതായിട്ടുള്ളൊരു കാഴ്ചപ്പാടോ ഒന്നുമില്ല. മഹാനായ ശംസുൽ ഉലമ കണ്ണിയത്ത് കോട്ടുമൽ ഉസ്താദ്, KK ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, മുൻകഴിഞ്ഞു പോയ അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരെ നമ്മൾ കാണുകയും അതിൽ KC ഉസ്താദിൻ്റെ കൂടെയും കുമരംപുത്തൂർ ഉസ്താദിൻ്റെ കൂടെയും നവ്വറല്ലാഹു മർക്കദഹുമ രണ്ടാം മുദരിസായി സേവനം ചെയ്തിട്ടുള്ള അറിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവരൊക്കെ കാണിച്ചു തന്ന പോയ ഒരു മാർഗം ഉണ്ടല്ലോ, അതായത് സമസ്ത. ഇപ്പം അത് സയ്യിദുൽ ഉലമയിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് ആ സമസ്തത്തെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. സമസ്തനെ എങ്ങനെ അംഗീകരിക്കാതിരിക്കുക? അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാനതിന് ഈ വോയിസുകളൊക്കെ ആ ഗ്രൂപ്പൊക്കെ വിട്ടുകൊടുത്തുങ്ങാണ്ട് ആ ഗ്രൂപ്പിൽ നന്നായി പറഞ്ഞുങ്ങാണ്ട് ഞാൻ ഇന്ന് പോന്നു. എന്ത് വന്നാലും വേണ്ടില്ല, അതിൽ നിങ്ങളെ കൂടെ ഞാനില്ല എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചാൽ നിൽക്കുകയാണ്. ലെഫ്റ്റ് അടിച്ചിട്ടില്ല, ലെഫ്റ്റ് അടിക്കും. ഇപ്പോൾ ഇപ്പോൾ വേറെ 1-2 ഗ്രൂപ്പിലും കൂടി ഇന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനതിന്നും പുറത്ത് പോരും. അതും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ആ ഗ്രൂപ്പിലൊന്നും പറയാൻ പോകലില്ല, വോയിസ് ഇടാനും ഒന്നിനും പോകലില്ല. അങ്ങനെ കേട്ടിത്തെറിക്കും. നിരന്തരം തെറിയും നിരന്തരം ആക്ഷേപങ്ങളും മാത്രം വരുന്ന ഗ്രൂപ്പുകൾ. ഇതൊക്കെ എന്നെ ആഡ് ചെയ്തു. ഞാൻ ചിലതൊക്കെ ഞാൻ വായിക്കും, വോയിസ് ഒന്നും കേൾക്കണ്ട. ചിലതൊക്കെ വായിച്ചു. അതൊക്കെ അധികം ടെക്സ്റ്റാണ് വരല്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വള്ളിക്കാപ്പറ്റ അബൂബക്കർ ഫൈലി ആണ് ഈ വോയിസ് ഇടുന്നത്. ഞാൻ ഇന്നലെ മഹാനായ സയ്യിദ് ഫതുഹുല്ലാ തങ്ങൾ നവ്വറല്ലാഹു ഖബറഹുൽ കരീം മഹാനവറുകളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് ടീം SKSSF പല ആളുകളും പല ടെക്സ്റ്റ് മെസ്സേജും വോയിസുകളും ഒക്കെ ഇട്ട കൂട്ടത്തിൽ ഞാനും 2-3 വോയിസ് ഇട്ടിരുന്നു. പക്ഷെ ആ വോയിസ് ഒരു വലിയ സ്ഥാപനത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ ജലാലിയ സ്ഥാപനത്തിൽ കുറച്ച് ജോലി ചെയ്തിരുന്നു. അവിടുത്തെ ഭക്ഷണം അവിടുത്തെ ശമ്പളവും തിന്ന ആളാണ് ഞാൻ. മാത്രവുമല്ല, കേരളത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ, മഹാനവറുകൾ എന്നെ കോളേജിലേക്ക് ക്ഷണിച്ച് ആദ്യമായിട്ട് എനിക്കൊരു കോളേജ് തന്നതും മഹാനായ സയ്യിദുൽ ഉലമയാണ്. ആ ബന്ധവും പണ്ടേ സയ്യിദുൽ ഉലമയുമായിട്ടുള്ള ആ ബന്ധം വെച്ച് പുലർത്തുന്നവനാണ് ഞാൻ. പക്ഷെ ഇപ്പം എൻ്റെ വോയിസുകൾ സയ്യിദുൽ ഉലമക്കും മഹാനായിട്ടുള്ള ഗഫൂർ ദാരിമിക്കും അവിടുത്തെ ഉസ്താദുമാർക്കും ഞാൻ അവിടെയുള്ള കുട്ടികൾക്കും അതിലുപരി ബഹുമാനപ്പെട്ട മാനേജ്മെൻറ്റ് ഭാരവാഹികൾക്കും ഒക്കെ വലിയ ക്ഷീണുണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമാണ്. അതുകൊണ്ട് അള്ളാനെ വിചാരിച്ച് ഞാനതിൽ മാപ്പ് ചോദിക്കുകയാണ്. അതിലൊരു ചർച്ച വന്നപ്പോൾ എന്താ പറയുക, ഗ്രൂപ്പീസും തലക്ക് കയറിങ്ങാണ്ട് എന്ന് ഞാൻ പറയാം. ഞാനിനി ഇത്തരം കാര്യത്തിലൊന്നും ഇടപെടുന്ന ആളല്ല. ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമാൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്. ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമാൻ്റെ കൂടെ അന്നും ഇന്നും 89-ലൊക്കെ അങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് ജലാലിയ കോളേജിലെ ഉസ്താദുമാർക്കോ കുട്ടികൾക്കോ അതിലുപരി മാനേജ്മെൻറ്റിനോ എൻ്റെ വോയിസ് ക്ലിപ്പുമായി കൊണ്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻ്റെ ഭാഷ പറഞ്ഞ അപമാനം, ഒരു പ്രയാസകരം, പ്രത്യേകിച്ച് മഹാനായ കീശേരി ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഞാൻ നേരിൽ കണ്ട മഹാനാണ്. മഹാനവറുകൾ ജലാലിയ റാത്തീബും ഒക്കെ സ്ഥാപിക്കാനും ആ സ്ഥാപനവും അവിടുത്തെ ആളുകളുമായിക്കൊണ്ട് വളരെ സ്നേഹമുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഞാൻ അതുമായി ബന്ധപ്പെട്ടും കൊണ്ട് ജലാലിയ കോളേജിലേക്ക് എൻ്റെ ദർസിൽ പഠിച്ചിരുന്ന കുട്ടികളെ വരെ ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നു. ആ ബന്ധവും ആ സ്നേഹവും എന്നും നിലനിൽക്കും.
അതുകൊണ്ട് വീണ്ടും വീണ്ടും കമ്മിറ്റിക്കാരോടും എല്ലാ സമസ്തൻ്റെ പ്രവർത്തകരോടും ഞാൻ പറയുന്നത്, എൻ്റെ ആ വോയിസ് അബദ്ധമായിപ്പോയി, തെറ്റായിപ്പോയി, അതെല്ലാവരും എനിക്ക് പുറത്തു തരണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. നമ്മളൊക്കെ ഭാഷയിൽ പറഞ്ഞ ഒരു ഊക്കിലാണ് പറഞ്ഞു പോയി, പക്ഷെ അത് പറയാൻ പാടില്ലാത്തതാണ്, വലിയ തെറ്റാണ് ഞാൻ ആ ചെയ്തത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ആവശ്യപ്പെടുന്നു, ബഹുമാനപ്പെട്ട ജലാലിയക്കോ ജലാലിയയിലെ ഉസ്താദുമാർക്കോ കുട്ടികൾക്കോ ഭാരവാഹികൾക്കോ എൻ്റെ വോയിസ് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാവില്ല. ജലാലിയൻ്റെ ഒരു പ്രചാരകനാണ് ഞാൻ, അതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ആവശ്യം ഉണ്ടായിട്ടല്ല, ഞാനത് മനസ്സുകൊണ്ടാണ് ഈ പറയുന്നത്. മഹാനായ സയ്യിദുൽ ഉലമ അവിടുത്തെ പ്രിൻസിപ്പളാണ്. അവിടെയുള്ള ഉസ്താദുമാരെ ഞാൻ ബഹുമാനിക്കണ സ്നേഹിക്കണ ആളാണ്. കുട്ടികൾക്കും എനിക്ക് ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളോടും എനിക്ക് പുറത്തു തരണം, മാപ്പ് തരണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വോയിസ് എല്ലാ സ്ഥലത്തേക്കും ഫോർവേഡ് ചെയ്യാം. ഈ വോയിസ് എല്ലാ സ്ഥലത്തേക്കും ഫോർവേഡ് ചെയ്യാം. ഞാൻ ചെയ്ത ഒരു അബദ്ധം, തെറ്റ്, അതെല്ലാം മാപ്പാണിത്. കാരണം ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ഞാൻ പറയാൻ പാടില്ലാത്തത് പറഞ്ഞുപോയി. അതുകൊണ്ട് എല്ലാ ആളുകളും എനിക്ക് മാപ്പ് തരണം. ഈ സമസ്തൻ്റെ മുഴുവൻ പ്രവർത്തകരോടാണ് ഞാൻ ഈ പറയുന്നത്. പ്രത്യേകിച്ച് ജലാലിയ കോളേജിൻ്റെ പ്രവർത്തകരോട്, ഉസ്താദുമാരോട്, വിദ്യാർത്ഥികളോട്. അള്ളാഹു ആ സ്ഥാപനത്തിനെ ഉയർത്തിക്കൊണ്ടുവരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു നോക്കൂ. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 3 പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. അതറിയാതെ നിർബന്ധിത സാഹചര്യത്തിൽ, അതായത് ആരുടെയോ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ ആരുടെ നിർബന്ധം മൂലമൊക്കെ പങ്കെടുത്തതാണ്. അല്ലാതെ ഞാൻ സമസ്തക്ക് ഒപ്പമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ സമസ്തക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സമസ്ത വിരുദ്ധ പ്രവർത്തനമാണ് ഇതുവരെ നടത്തിയിരുന്നത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ആ പാളയത്തിൽ ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, എൻ്റെ മനസ്സിനെ നീ നിൻ്റെ ദീനിൻ്റെ ഒപ്പം നീ ഉറപ്പിച്ച് നിർത്തണേ എന്ന് ദുആ ചെയ്യണം. കാരണം മനസ്സാണ്. ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ കലബ, മറിഞ്ഞു എന്നുള്ള ഒരു ധാതുവിൽ നിന്ന് നിഷ്പന്നമായ പദമാണ്. അതുകൊണ്ട് എങ്ങോട്ടും മറിയാന്നാണ്. അതുകൊണ്ടാണ് കൽബിന് കൽബ് എന്ന് പേര് വന്നത്. അപ്പോൾ എപ്പോഴും എങ്ങോട്ടും മറിയാം. അപ്പോൾ നമ്മളതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. മാത്രമല്ല, നമ്മൾ ദീനിൻ്റെ പേരിൽ അടിയുറച്ച് നിൽക്കണം. ഇനി അതിനു വേണ്ടി നമുക്ക് ശബ്ദിക്കാൻ ഒരു പക്ഷെ കഴിഞ്ഞില്ല എന്ന് വന്നാലും മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ അത്തരം സാഹചര്യങ്ങൾ ദീനിൻ്റെ കൂടെ തന്നെ നിൽക്കുക. എന്തെങ്കിലും സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക്, രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദീനിനെ ഒരിക്കലും തള്ളിപ്പറയാതിരിക്കുക. അതിന് വിരുദ്ധമായ ചേരിയിൽ നമ്മൾ ഒരിക്കൽ പോലും ഒരു ദിവസം പോലും നമ്മൾ സംബന്ധിക്കരുത്. ഇദ്ദേഹത്തിനിപ്പോൾ അല്ലാഹു തആല ഒരു മനസ്സിലേക്ക് ഒരു നന്മ ഇട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനത് ബോധ്യമായി എന്നാണ് മനസ്സിലാക്കുന്നത്. അതുതന്നെ അദ്ദേഹത്തിൽ അല്ലാഹു തആല ഉറപ്പിച്ച് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ അതിനുവേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.